Hello, welcome to market discussion of the day. Today is October 21st, 2025. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചായിരുന്നു. സോ എല്ലാ രണ്ടാഴ്ചകൾ കൂടുമ്പോഴും ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് നടക്കുന്നുണ്ട്. സോ ഇന്നലെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആയിരുന്നു. സോ ഒരുപാട് ആൾക്കാർ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നും രജിസ്റ്റർ ചെയ്യാം, ഇന്നും കയറാനായിട്ട് പറ്റും. കാരണം ഇന്നലെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമായിരുന്നു കഴിഞ്ഞത്. ഓക്കെ, സോ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ അടുത്ത ബാച്ച് വന്നിട്ട് അടുത്ത ആഴ്ചയായിട്ടാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ആൾക്കാർക്കും എനിക്ക് മെസ്സേജ് അയക്കാം. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30-ക്കും 10:30-ക്കും ആണ് ഈ ഒരു ക്ലാസ് നടക്കുന്ന. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കാമെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെയില്ല. പ്രത്യേകിച്ച് US നിന്ന് ഒരു ന്യൂസും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിലൊക്കെ നമുക്ക് ടെക്നിക്കൽ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. പക്ഷേ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഉറപ്പായിട്ടും ന്യൂസുകളുണ്ടാവും. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ എന്ന് പറയുക, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. 11:30 മണി UK ടൈമിങ്ങിനാണ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചും ഉണ്ടാവും. സോ അത് ഡയറക്റ്റ്ലി യൂറോനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു സമയത്ത് ഇപ്പം 11:30 മണിക്ക് GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ 12 മണിക്ക് യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു പോവുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മളിന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട ന്യൂസുകൾ. പക്ഷേ US സെഷൻ ഒക്കെ ഓപ്പൺ ആവുന്ന സമയത്ത് ഉറപ്പായിട്ടും മാർക്കറ്റിൽ വലിയൊരു മാറ്റവും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സൈഡിൽ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ വലിയ ചേഞ്ചസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, നാളെയും നമുക്ക് ഇതേപോലെ ഉച്ചയ്ക്ക് 1:30 മണിക്ക് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ടാവും. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും ഉണ്ടാവും. ഓക്കെ, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു മാസം മുന്നേ വരെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിനെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസായിട്ട് കാണുന്നില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് നമ്മൾ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചെയ്യുന്ന ന്യൂസ് വരുമ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടിയിരിക്കുന്നു. കാരണം ബ്രിക്സ് കറൻസി ബാക്ക് ചെയ്യുന്നത് കമ്മോഡിറ്റീസ് വെച്ചിട്ടാണ്. കമ്മോഡിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, അതേപോലെ ക്രൂഡ് ഓയിലും ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ അത് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ന്യൂസ് വരുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണുകയും ചെയ്യണം. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ JPY എല്ലാ ദിവസവും പറയുന്നത് പോലെ JPYയിലോട്ട് തന്നെ പോകാം. ഓക്കെ, സോ JPY 151.15 നിൽക്കുന്നു. സോ ഇന്നലെ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി എവിടെ ബൈ എടുക്കണം എന്ന് പറഞ്ഞാൽ 150-നടുത്ത് ബൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് അല്ലേ. സോ പക്ഷേ മാർക്കറ്റ് 150-ന്റെ അടുത്ത് ബൈ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 150-ന്റെ അടുത്ത് വന്നിട്ടുണ്ട്. 150.2 ഓൾമോസ്റ്റ് 150.3 വരെയൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. ആ ഒരു ഓപ്പർച്യൂണിറ്റി മിക്കവാറും കിട്ടിയിട്ടുണ്ടാവില്ല ആൾക്കാർക്ക്. ഓക്കെ, കുഴപ്പമില്ല. സോ വീണ്ടും നമുക്ക് 150-ന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് അങ്ങനെ എന്താ പറയുക, 150-ന്റെ അടുത്ത് കിട്ടിയാൽ മാത്രം ബൈ ചെയ്യുക. ഇല്ലാത്ത പക്ഷം മാറി നിൽക്കുക, സെല്ലിലോട്ട് പോവാതിരിക്കുക JPY. കാരണം അപ് ട്രെൻഡ് ആണ്. സോ 150 to 154 അടുത്ത ഒരു റേഞ്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം JPY ഒരു റേഞ്ച് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം ആ റേഞ്ചിൽ നിൽക്കും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. മാർക്കറ്റ് ഈ നിയർ ഫ്യൂച്ചറിൽ ഏറ്റവും മുകളിലോട്ട് പോയത്, ഏറ്റവും അപ് ട്രെൻഡിൽ അപ്പ് പോയപ്പോൾ 153.248 വരെയാണ് പോയത്. ഓക്കെ, സോ നമുക്കൊരു റേഞ്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 150 to 154 വരെ നമുക്ക് ആ ഒരു റേഞ്ച് നമ്മൾ എടുത്ത് പോവുകയും ചെയ്യണം. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 150-ന്റെ അടുത്ത് ബൈ ചെയ്യുന്ന ആൾക്കാർ 149.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം. ഓക്കെ, സോ ലാപ്ടോപ്പിൻ്റെ ചാർജ് തീർന്നു. അതാണ് ഈ ബ്ലാക്ക് സ്ക്രീൻ കാണിക്കുന്നത് കേട്ടോ. ഞാനൊന്ന് ചാർജ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ 149.40 അല്ല, 149.40 താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. സോ അതിൻ്റെ റീസൺ
വളരെ സിമ്പിൾ റീസണാണ്. കാരണം മാർക്കറ്റ് കഴിഞ്ഞ വട്ടം 150 വെള്ളിയാഴ്ച ബുധനാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 അടുത്ത് ബൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അങ്ങനെ ആ ഒരു സമയത്ത് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞു തന്ന സ്റ്റോപ്പ് ലോസ് എവിടെയായിരുന്നു? 149.40 താഴെ 149.369 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അവിടെയും അതിൻ്റെ താഴെ ഇട്ട ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇന്നലെ തിങ്കളാഴ്ച അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് 160 പിപ്പിൻ്റെ പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്. സോ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുന്ന് ചാർട്ടിൻ്റെ നടുക്കുന്ന ഇതൊരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ്. സോ ഇന്ന റേഞ്ചിൽ നിന്ന് ഇന്ന റേഞ്ച്, പ്രത്യേകിച്ച് JPY ഒക്കെ റേഞ്ച് വിട്ട് പോകാറേ ഇല്ല. സേഫായിട്ട് കളിക്കണം എന്നുള്ള ആൾക്കാർക്ക് JPYയിലൊക്കെ നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പോകാനും പറ്റും. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ 140 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ 149.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ധൈര്യമായിട്ട് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. എന്താണ് നമ്മുടെ JPY USD JPY. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ, യൂറോ നമ്മൾ ഇന്നലെ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1600 അവിടെ കിട്ടിയാൽ ബൈ എന്നുള്ളതായിരുന്നു. പക്ഷേ മാർക്കറ്റ് അവിടെ വരെ പോയിട്ടില്ല. സോ അവിടെയും നമുക്ക് ഇന്നലെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചാൽ 1.1600 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.1540 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെക്കുകയും ചെയ്യണം. ഓക്കെ, സോ പെർഫെക്റ്റ് എൻട്രി എവിടെയാണ് യൂറോയിൽ നിന്ന് ചോദിച്ചാൽ 1.1500 ആണ്. സോ അവിടെ വരെ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. സോ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ 1.1600 അവിടുന്ന് പാർഷ്യൽ ബൈ, അതായത് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 1.5 ലോട്ട് നമുക്ക് അവിടുന്ന് എടുക്കുകയും മാർക്കറ്റ് താഴോട്ട് വീണ് കിട്ടിയാൽ 1.1500 അവിടെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബാക്കി 0.5 ബൈയും ചെയ്തു പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് എന്താ പറയുക നമ്മുടെ യൂറോയിൽ പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ചെയ്യണം എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP ഇന്ന് മാർക്കറ്റ് ഈയൊരു കഴിഞ്ഞൊരു 2 ക്യാൻഡിൽ മുന്നേ ആയിട്ട് 1.3400 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. പക്ഷേ നമുക്കറിയാം 1.3360 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. സോ ബേസിക്കലി മൂവിങ് ആവറേജ് 200 അവിടെ ആക്ച്വലി സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. അതുമാത്രമല്ല പ്രീവിയസ് റെസിസ്റ്റൻസും 1.3360 അവിടെ ഉണ്ട്. സോ അതുകൊണ്ടിട്ട് തന്നെ 1.3360 എന്താ പറയുക ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയില്ലെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, സോ മാർക്കറ്റിൽ നമുക്ക് സേഫായിട്ടുള്ള എൻട്രി 1.3360 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം നമ്മുടെ GBPയുടെ കാര്യത്തിനകത്ത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ജസ്റ്റ് ഒന്നും കൂടെ വേണമെങ്കിൽ ഇപ്പം തന്നെ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ. 1.3340 താഴെയായിട്ടൊക്കെ അല്ലെങ്കിൽ 1.3340 ഒക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഒരു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എത്രയാണോ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് അതിൻ്റെ 1:1.5 എങ്കിലും ടേക്ക് പ്രോഫിറ്റ് ഇട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ GBP നമുക്ക് അങ്ങനെ ചെയ്തു പോവുകയും ചെയ്യാം. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്നലെ ഞാൻ ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പറഞ്ഞത്. എവിടെ ബൈ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് 4000 ആയല്ലോ, 4328 ഇപ്പം നിൽക്കുന്നു. 4230 അവിടെ നമുക്ക് ഒരു ബൈ എൻട്രി ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 4230 അടുത്തായിട്ട്, സോ 4230 അടുത്തായിട്ട് നമുക്ക് ഇന്നലെ മാർക്കറ്റ് ഡിസ്കഷന് ശേഷവും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് 4230 അടുത്തുള്ള ഓപ്പർച്യൂണിറ്റി ഇതായിരുന്നു 30 അടുത്തുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഒരു ക്യാൻഡിൽ പോലും 4230 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ 4230 അവിടെ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ്
1,000 പിപ്സിൻ്റെ പ്രോഫിറ്റ്, മോർ ദാൻ 1,500 പിപ്സിൻ്റെ പ്രോഫിറ്റാണ് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി എടുത്തു. ഞാൻ 4,230 അടുത്ത് ഞാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. 4,280 തന്നെ ഞാൻ ക്ലോസ് ചെയ്ത് കേട്ടോ. ആ പൊസിഷൻ ഹോൾഡ് ചെയ്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് ഗോൾഡിൽ എന്ത് ഓപ്പർച്യൂണിറ്റി എടുക്കണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഇന്ന് മാർക്കറ്റ് അപ്പ് പോയത്, ഇന്ന് നമുക്ക് ഇന്നലെ മാർക്കറ്റ് അപ്പ് പോയപ്പോൾ മാർക്കറ്റ് 4,380 അടുത്ത് വരെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇന്നും മാർക്കറ്റ് ഓൾമോസ്റ്റ് അവിടെ വരെയൊക്കെ പോയിട്ടുണ്ട്. 4,272 വരെയൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഏറ്റവും എന്താ പറയുക ടോപ്പിൽ ഇന്ന് പോയിട്ടുള്ളത്. ഓക്കെ, സോ മാർക്കറ്റ് ഇപ്പം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, പുതിയൊരു ക്യാൻഡിൽ ഓപ്പണിംഗ് 4,330 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം 4,330 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ നിന്ന് താഴെയായിട്ട് പുതിയൊരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടിട്ട് തന്നെ 4,330 അവിടെ നിന്ന് ബൈ പറയാനായിട്ട് എനിക്ക് അറിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ 4,300 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ചെറിയ ക്വാണ്ടിറ്റി ബൈ എടുക്കുകയും 4,280 അവിടെ നമുക്ക് വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ബാക്കി ക്വാണ്ടിറ്റി 4,200, ബാക്കി ക്വാണ്ടിറ്റി അല്ല, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു 0.1 ലോട്ട് 4,300 ഒരു 0.1 ലോട്ട് 4,280 വെക്കുക എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, അതായത് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.2 ലോട്ട് കൂടുതൽ കച്ചവടം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്ത് പറഞ്ഞു പോകുന്നത്. കാരണം മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലാണ്. മാർക്കറ്റ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണം എന്നില്ല. ഓക്കെ, ഇല്ലെങ്കിൽ ഇന്ന് തൽക്കാലത്തേക്ക് ഇന്ന് ഗോൾഡിലൊന്നും ചെയ്യുന്നില്ല. കാരണം ഗോൾഡ് നല്ല ഹൈയിൽ നിൽക്കുന്നൊരു സമയമായതുകൊണ്ടിട്ട് തന്നെ ഞാനിപ്പോൾ ഇന്ന് തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. മാർക്കറ്റ് എങ്ങാനും വീണ് കിട്ടിയാൽ, ഇന്നലെയൊക്കെ പോയല്ലോ 4,230 4,200 എന്താ പറയുക 280 റേഞ്ച് അല്ലെങ്കിൽ 4,250 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി 4,280 അവിടെ നിന്ന് ഒരു 0.1 ലോട്ടിൻ്റെ ബൈയും 4,250 അവിടെ നിന്ന് 4,250 അവിടെ നിന്ന് ഒരു 0.1 ലോട്ടിൻ്റെ ബൈയും എടുത്ത് ചെയ്തു പോവുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു $30 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ $30 സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മിനിമം ടേക്ക് പ്രോഫിറ്റ് $45 എങ്കിലും വെക്കണം. 1:1.5 എങ്കിലും വെക്കണം. 1:2 ആണ് വെക്കേണ്ടത്, പക്ഷേ 1:1.5 എങ്കിലും വെക്കണം. സോ അത് നമ്മൾ വെച്ച് തന്നെ പോവുക. നമ്മൾ ആസ് എ ട്രേഡർ, ആസ് എ ബിഗിനർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും വെച്ച് തന്നെ പോവുക. 1:1.5 റേഷ്യോയിൽ എങ്കിലും വെക്കുക. എങ്കിലും കേട്ടോ, അതിൽ കൂടുതൽ വെക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല. 1:1.5 എങ്കിലും വെക്കുക. ഓക്കെ, പിന്നീട് ആ ട്രേഡ് അങ്ങ് മറന്നു കളയുക. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. സോ വെറുതെ ട്രേഡ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോന്ന് തോന്നുന്നത്. ഒന്നെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യുന്ന ഇപ്പോൾ ഈ $45 പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് തോന്നും. അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകുന്നത് കണ്ട് $30 സ്റ്റോപ്പ് ലോസ് അടിക്കുമല്ലോ എന്ന് പറഞ്ഞ് പാനിക്കാവും. ഓക്കെ, സോ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ കൂടുതൽ ലോട്ടിട്ട് കളിച്ചാലുള്ള പ്രശ്നമാണിത്. കാരണം ഭയങ്കരമായ വോളറ്റാലിറ്റി ഉള്ളൊരു മാർക്കറ്റാണ്. സോ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും ഇപ്പോൾ ഒരു $10,000 അക്കൗണ്ടൊക്കെയുള്ള ആൾക്കാർ ഒരു ലോട്ടിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യാം. പക്ഷെ പണ്ട്, അതായത് ഒരു 4-5 മാസം മുന്നേ ഒക്കെ ആയിരുന്നെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു $40 അല്ലെങ്കിൽ ഒരു $50 അകത്തേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ സമയത്ത് നമുക്ക് ഓക്കെ പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് കിട്ടിയാൽ, മാർക്കറ്റ് ഒരു $30 $40 കൂടി പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് പോകാമായിരുന്നു, അല്ലേ? ഇപ്പോൾ $10,000 അക്കൗണ്ട് 0.5 ലോട്ടിൽ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലോട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് വലിയൊരു റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഡെയിലി ബേസിസിൽ ഇന്നലെയൊക്കെ മാർക്കറ്റ് ഓടിയത് ഓൾമോസ്റ്റ് 1,500 പിപ്പാണ്. സോ ഡെയിലി ബേസിൽ 1000 to 1,500 പിപ്പ് എന്താ പറയുക ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ ഒരു ലോട്ടിൽ കച്ചവടം ചെയ്യാൻ $30 താഴോട്ട് പോയി കഴിഞ്ഞാൽ $3,000 ലോസാണ്.
അല്ലേ? സോ ബേസിക്കലി 10,000-നകത്ത് നിന്ന് 3,000 കുറയുമ്പോൾ നമ്മുടെ ഇക്വിറ്റിയുടെ ഓൾമോസ്റ്റ് 30% ആണ് കുറയുന്നത്. സോ അതുകൊണ്ടിട്ട് ആ റിസ്ക് എടുക്കാതിരിക്കുക. നമുക്ക് 0.1 ലോട്ടിൽ കച്ചവടം ചെയ്താൽ പോലും നമുക്കൊരു $1,000 പ്രോഫിറ്റ് കിട്ടും, അല്ലേ? ഒരു 10,000-ൻ്റെ അക്കൗണ്ട് മാക്സിമം 0.2 ലോട്ട് എടുക്കുക. ഒരു $1,000 അല്ലെങ്കിൽ ഒരു $500 മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് $1,000 പ്രോഫിറ്റാണ് കിട്ടുന്നത്. സോ ആ രീതിയിൽ ചിന്തിക്കുക. അല്ലാതെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഓക്കെ മാർക്കറ്റ് ഇത്രയും വൈൽഡായിട്ട് ഓടുന്നു, നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റി ആണ്, സോ വലിയ ലോട്ട് സൈസ് എടുക്കാം എന്ന് പറഞ്ഞ് ഭാഗ്യപരീക്ഷണം നടത്തുന്നത് എന്തിന്? നമുക്ക് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ വെരി ചെറിയ ലോട്ട് സൈസ് എടുക്കുക. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാവരുത് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ഷുഡ് ബി എ ബൈ പ്രോഡക്റ്റ് ഓഫ് വാട്ട് വി ഡു ഇൻ ദ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിൽ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് മാത്രമായിരിക്കണം പ്രോഫിറ്റ്. ഓക്കെ, സോ ഗോൾഡിൽ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുന്നുണ്ടത്. കാരണം മാർക്കറ്റ് നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. ഈ ഒരു മൂവ്മെൻറ്റിൽ ഏതൊരു മനുഷ്യൻ്റെ ആണെങ്കിലും മാർക്കറ്റ് മാടി വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പം തന്നെ പല ആൾക്കാരുടെയും ബൈ എൻട്രി ഉണ്ട്. സോ ബേസിക്കലി എന്താണ് മാർക്കറ്റ് ഒരു സൂചന തന്നു. എന്താണ് മാർക്കറ്റ് ഒരു പുതിയൊരു 1 hour ക്യാൻഡിൽ 3,330 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സൂചന ഉണ്ട്. നമ്മൾ ഈ മാർക്കറ്റ് തുടങ്ങിയ സമയത്ത് കുറച്ച് കഴിഞ്ഞൊരു 5 മിനിറ്റ് ഉള്ളൊരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു 5 minutes ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷൻ തുടങ്ങിയ സമയത്ത് മാർക്കറ്റ് എവിടെയായിരുന്നു. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കറ്റ് ഞാൻ ഈ മാർക്കറ്റ് ഡിസ്കഷൻ തുടങ്ങിയ സമയത്ത് 3,230 അടുത്തായിരുന്നു മാർക്കറ്റ്. ഓക്കെ, സോ ഇപ്പോൾ $10 താഴെ 3,319 മാർക്കറ്റ്. സോ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾ 3,330 എടുത്തുള്ള ഒരാളുടെ ഇപ്പോഴത്തെ ലോസ് എന്ന് പറഞ്ഞാൽ $1,200. ഓക്കെ, സോ മാർക്കറ്റ് നമ്മളെ ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പാനിക് ആവുകയും ഒന്നുകിൽ സെൽ ഓഫ് ചെയ്യുകയും അല്ലെങ്കിൽ നമുക്ക് വൈഡായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റാതിരിക്കുകയും ചെയ്യും. പല ആൾക്കാരും 4,330 ബൈ ചെയ്യുന്ന ആൾക്കാർ 4,315 318 ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. സോ ആ സ്റ്റോപ്പ് ലോസ് അടിക്കേണ്ട എന്നുള്ളൊരു തോട്ട് കൊണ്ടിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, സെൽ ഓഫ് ചെയ്ത് ലോസിലോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, സോ എൻ്റെ റെക്കമെൻഡേഷൻ വളരെ ചെറിയ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ ലോട്ട് സൈസ് എടുക്കുക, സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇടുക. $30 എങ്കിലും സ്റ്റോപ്പ് ലോസ് ഇടുക. മാർക്കറ്റ് പോകുന്നുണ്ടോ 3,311. ഓക്കെ, ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, സൂചനയാണ്. 4,330 എടുക്കരുത് എന്നുള്ള സൂചനയാണ്. കാരണം 1 hour ക്യാൻഡിൽ താഴെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഓൾമോസ്റ്റ് $24 താഴ്ചയാണ് ഇപ്പോൾ ഗോൾഡിലുണ്ടായത്. ഓക്കെ, കഴിഞ്ഞ 5 മിനിറ്റിൽ എത്ര മൂവ്മെൻ്റ് ഉണ്ടായി? ഓൾമോസ്റ്റ് $20 മൂവ്മെൻറ്റ്, 200 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്. സോ ബേസിക്കലി ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് നഷ്ടം $2,000. സോ അയാളുടെ മാനസികാവസ്ഥ വളരെ മോശമാകും. ട്രേഡിങ് വളരെ ഈസിയാണ്. ഓക്കെ, സോ നമ്മൾ ഈ പറയുന്ന ഇമോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ട്രേഡിംഗ് വളരെ വളരെ ഈസി ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഈ ഒരു പോക്കിൽ ഒരു കാരണവശാലും 4,300 ബൈ ചെയ്യല്ലേ. ഓക്കെ, സോ ബേസിക്കലി വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് ഒന്ന് നോക്കുക. നല്ല രീതിയിൽ താഴെ വീണ് കിട്ടിയാൽ 4,230 4,250 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യലി ബൈ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി ഗോൾഡിൽ. ഓക്കെ, സോ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ഇമോഷൻ കൊണ്ടിട്ടാണ് നമ്മൾ എന്താ പറയുക ട്രേഡിനകത്ത് ലോസ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇമോഷൻ മാത്രമാണ് റീസൺ. ഓക്കെ, സോ ഇമോഷൻ എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറഞ്ഞു തരാനായിട്ടൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു റൂള് ഫോളോ ചെയ്യുക, വളരെ ചെറിയ റൂൾ. ഇപ്പം നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഇപ്പം എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാവും, അല്ലേ? പക്ഷേ എല്ലാ സ്ട്രാറ്റജീസും നല്ല സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ആര് പഠിപ്പിക്കുന്ന സ്ട്രാറ്റജിയും കൊള്ളത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു ബൈ എൻട്രി എടുക്കാൻ, ഒരു സെൽ എൻട്രി എടുക്കാനായിട്ട് ആര് പറഞ്ഞു തരുന്ന സ്ട്രാറ്റജിയും കൊള്ളില്ല എന്നുള്ളത് എൻ്റെ ഒരു പോയിൻ്റേ അല്ല. ഓക്കെ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റിൽ ഇരുന്ന് പോകുന്നത് കണ്ടോ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയിൽ എത്ര പേർക്ക് ഇപ്പോൾ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെ? എത്ര പേരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. സോ ബെറ്റർ ഒന്നെങ്കിൽ കറൻസീസിൽ ചെയ്യുക അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം, അല്ലേ? സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു ബൈ എൻട്രി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗോൾഡിൽ ഒരു
ഒരു കച്ചവടം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഓക്കെ നമ്മളുടെ ഇക്വിറ്റിയുടെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 15% അല്ലെങ്കിൽ ഒരു 20%-ൻ്റെ 20%-ൻ്റെ മുകളിൽ പോകുന്ന രീതിയിലുള്ള റിസ്ക് എടുക്കാതിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു $10,000 അക്കൗണ്ട് ഉള്ള ഒരാൾ മാക്സിമം ഒരു 0.2 ലോട്ടിൽ ട്രേഡ് ചെയ്യുക. 0.2 ലോട്ടിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? $10,000 അക്കൗണ്ടിൽ ഒരു വട്ടം സ്റ്റോപ്പ് ലോസ് അടിച്ച $30 സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ പറയുന്നത്, $45 ടേക്ക് പ്രോഫിറ്റും. ഓക്കെ, 1:1.5. ആ ഒരു പ്രോപ്പർ അതിനകത്ത് കാര്യം തലയിൽ വെക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? $30 സ്റ്റോപ്പ് ലോസ് ഒരു വട്ടം അടിച്ചു കഴിഞ്ഞാൽ $600 ലോസ് ആയിരിക്കും ഒരാൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, രണ്ടാമത് വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും $600 ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത്. മൂന്നാമത് വീണ്ടും സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും $600 ലോസാണ് ഉണ്ടാകുന്നത്, അല്ലേ? സോ ടോട്ടൽ 3 സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ $1,800 ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റിയുടെ വെറും 20%-നകത്തേ പോകുന്നുള്ളൂ. സോ 3 സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മുടെ ഇക്വിറ്റിയിൽ നിന്ന് 20% കൂടുതൽ പോകാൻ പാടില്ല. ഓക്കെ, എന്നുള്ളൊരു റൂള് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. 3 വട്ടം സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രാറ്റജി മാറ്റാനായിട്ട് നിൽക്കരുത്. നമ്മൾ പഠിച്ച കാര്യം കറക്റ്റാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ 3 വട്ടം സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ഇക്വിറ്റിയിൽ നിന്ന് 20% കൂടുതൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളൊരു പക്കാ റൂള് നമ്മൾ ഫോളോ ചെയ്ത് ആ റൂളിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ട്രേഡറായി മാറാൻ പറ്റും. നിങ്ങൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്തോ, ഇതാണ് ബേസിക് കാര്യം. ഓക്കെ, സോ ഈ ബേസിക് കാര്യത്തിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ലെവൽസ് അനുസരിച്ചിട്ടോ റേഞ്ച് അനുസരിച്ചിട്ടോ എന്താ പറയുക, എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടോ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു റൂള് ഫോളോ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെ ഫോളോ ചെയ്താൽ നമുക്കൊരു ലോങ്ങർ ടേമിൽ നല്ലൊരു ട്രേഡറായി മാറാം. നമ്മൾ ചിലപ്പോൾ ഒരു ലോട്ട് എടുത്ത് നമുക്ക് ലോട്ടറി പോലെ ചിലപ്പോൾ ഒരു ദിവസം ഒരു 2,000 അല്ലെങ്കിൽ ഒരു $5,000 പ്രോഫിറ്റ് ഉണ്ടാവും. പിറ്റേ ദിവസം അത് പോവുകയും ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച അത് പോവുകയും ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ ഈ മാർക്കറ്റ് ഒരുപാട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മൊത്തം ഉണ്ടാവും. ഓക്കെ, ഫോറക്സ് മാർക്കറ്റ് ഒരിക്കലും നിന്ന് പോവുകയൊന്നുമില്ല. സോ ഇത് ജീവിതകാലം മൊത്തത്തിൽ നമ്മൾ ചെയ്ത് നമ്മൾ ലൈഫ് ലോങ് നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ആ ഒരു റിയലൈസേഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നിങ്ങൾ $1 കോടി വെച്ചിട്ട് നിങ്ങൾ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ $50,000 വെച്ച് നിങ്ങൾ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുക, വലിയ തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചും കൂടെ ഞാൻ പറയാം. പുതിയ ബാച്ച് നിങ്ങളിത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് നമ്പർ കൊടുക്കുക, എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.